ഗുഡ് മോർണിംഗ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് പോയാലോ? അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കുറ്റ്യാടിയിലുള്ള ആക്റ്റീവ് പ്ലാനറ്റിലേക്കാണ്. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളുടെ വീട് വരുന്നത് അകലാടാണ് കേട്ടോ. അവിടുന്ന് കുറ്റ്യാടിയിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്നായിരുന്നു. ഇപ്പോൾ സമയം ഒരു 2 മണി ആയിട്ടുണ്ട് ഗൈസ്. ഇതിനിടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ എത്താനായിട്ടുണ്ട്. ഫൈനലി അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. സോ അതിനുള്ള പണിയിലായിരുന്നു. ഇവിടെ കുറേ അധികം റൈഡ്സ് ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് കിഡ്സിനാണ് മെയിനായിട്ടും കൂടുതൽ. പക്ഷെ നമുക്കും ഏറെക്കുറെ റൈഡ്സിലൊക്കെ കയറാം. ഫസ്റ്റ് തന്നെ കയറി ചെന്നപ്പോൾ കണ്ടത് നമ്മുടെ JCB ആണ്. JCBയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഋഷുവിന് ജീവനാണ് JCB. ടോയ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇഷ്ടമുള്ളതും അവനക്ക് JCB ആണ്. പിന്നെ അവിടുന്ന് ഒരു ലോകം തന്നെയുണ്ട് ഗൈസ്. വേറെ ഫുൾ റൈഡ്സാണ് കിഡ്സിനുള്ളതും. പിന്നെ നമുക്കും കുറേ റൈഡ്സ് കയറാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനും 1-2 റൈഡ്സൊക്കെ ട്രൈ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കുട്ടിക്കാല ഓർമ്മകളൊക്കെ ഈ ഒരു മൊമെൻറ്റിൽ വന്നു. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഫാന് കറങ്ങുന്നുണ്ട്. ഞാൻ കരുതി അതിന് കാറ്റുണ്ടാവില്ല, പക്ഷെ അടുത്ത് പോയപ്പോഴാണ് ഗൈസ് നല്ല കാറ്റാണ്. അതിനിടയിൽ കുറേ സാഹസങ്ങളുള്ള റൈഡുകളുമുണ്ട്. റിസോർട്ട് നമ്മൾ ഇക്കക്കാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ വരാത്തത്. മക്കളുടെ ഓരോ ഹാപ്പി മൊമെൻറ്റ്സിലെ അതിനിടയിൽ ഇവർക്ക് വിശന്നു ഗൈസ്. സോ അവർക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങി. പിന്നെ അടുത്ത നെക്സ്റ്റ് റൈഡിൽ കയറി. ഉപ്പച്ചീനെ കക്കാനും വീഡിയോ എടുക്കുന്നതുകൊണ്ടപ്പോൾ ഉമ്മച്ചി എന്നെ എടുക്കും ഉമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ ഹായ്. അങ്ങനെ നമ്മളുടെ ഋഷുവിൻ്റെ മെയിൻ ഏരിയ എത്തിയിട്ടുണ്ട്. അവനക്ക് ഇതുപോലത്തെ കുറച്ച് സാഹസങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ NCC കോളേജ് കാലഘട്ടമാണ് ഓർമ്മ വന്നത്. നമ്മൾ ക്യാമ്പിനൊക്കെ പോയാൽ നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ ഇതുപോലെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിനിടയിൽ ഉപ്പച്ചിയുടെയും മോളുടെയും വക കുറേ റീൽസ് ഷൂട്ട് ചെയ്യാൻ തിരക്കാണ് ഈ കാണുന്നത് ഗൈസ്. അവിടെ അവർ ഭയങ്കര ബിസിയായിരുന്നു. ഇതാണ് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ആക്റ്റീവ് സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാട്ടർ പാർക്ക് ഏരിയ. സോ ഇവിടെ ഫുൾ വാട്ടറിൻ്റെ റൈഡ്സാണ്.
പിന്നെ പൂൾസ്. വെള്ളത്തിലൊക്കെ കളി കഴിഞ്ഞ് ഞങ്ങൾ കയറാത്ത കുറേ റൈഡ്സുകളുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെയും പോയി. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഏർലി മോർണിംഗ് രാവിലെ തന്നെ ഇവിടെ എത്തുന്ന രീതിയിൽ വരണം ഗൈസ്. ബിക്കോസ് കുറേ അധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കുറേ റൈഡ്സ് ഉണ്ട്. പോരാത്തതിന് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത സ്പ്ലാഷ്, മറ്റേ ആക്റ്റീവ് സ്പ്ലാഷ് എന്ന് പറയുന്ന ഒരു ഏരിയ ഫുൾ. പിന്നെ കാണാനും അവിടെയുള്ള പെയിൻറ്റിങ്, ഓരോ വാളിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് എല്ലാം ഒരു സ്പെഷ്യൽ ഒരു ഫീലാണ്. പിന്നെ നമുക്ക് കുറേ കാണാനും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാം കണ്ട് കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നൈറ്റ് ആവും. ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ബിക്കോസ് ഫുൾ ലൈറ്റും പിന്നെ അവരുടെ അറേഞ്ച്മെൻറ്റ്, ഓരോ സെക്ഷൻ, ഓരോ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസാണ് ഗൈസ് കാണാനായിട്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഗൈസ്, നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല. കണ്ട നല്ലൊരു വൈബാണ്. ഇവിടെ കിഡ്സിനൊരു സിപ്പ് ലൈൻ സെക്ഷൻ ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഫൺ ടൈമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഓൾമോസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് രാത്രി ആയി തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ബൈ.